ഈ സെറ്റുമുണ്ട് ഇന്നത്തെ പരിപാടിക്ക് നല്ല മാച്ചാ. പോകുമ്പോഴേ അറിയായിരുന്നു നടു റോഡിൽ നിന്ന് കാണേണ്ടി വരുന്നു. പക്ഷെ നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വെച്ച് പിടിച്ചു. പത്മനാഭന്റെ മുന്നിൽ നന്ദഗോവിന്ദം ടീമിന്റെ ഭജൻ കേൾക്കാൻ സ്പീക്കറോ സ്ക്രീനോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവം കാണാനോ കേൾക്കാനോ പറ്റൂന്ന് ഉറപ്പുണ്ടായിരുന്നു. ഭാഗ്യം എല്ലാം ഉണ്ട്. പാലക്കുന്ന് ഭജന മന്ദിരത്തിലെയും തൃക്കണ്ണാടമ്പലത്തിലെ ഉത്സവത്തിന്റെ സമയത്തുള്ള ഭജനയും അല്ലാണ്ട് മറ്റൊരു വകയിലും ഭജൻസ് അങ്ങനെ കേൾക്കാറോ അതിനായിട്ട് പോകാറോ ഇല്ല. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ തരംഗാവും ചെയ്തു, കേട്ട് അഡിക്റ്റ് ആവും ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല ഉത്സാഹത്തിലാണ് പോയത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില് 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപത്തിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം. 56 ദിവസം കൊണ്ടാണ് മുറജപം കംപ്ലീറ്റ് ആവുന്നത്. നവംബർ 20 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ജനുവരി 14 വരെ ഉണ്ട്. 56-ാമത്തെ ദിവസം ക്ഷേത്രത്തിന് ചുറ്റും ലക്ഷം ദീപങ്ങൾ തെളിയിക്കുന്ന ലക്ഷദീപത്തോടെയാണ് ഈ ഉത്സവം സമാപിക്കുന്നത്. ആ ഒരു കാഴ്ചയും കാണണമെന്നുണ്ട്. ഭജൻസ് 7 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞിട്ട് 7:45 തുടങ്ങാൻ. അക്ഷമ കാരണം പോവാന്ന് മോൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നാ പിന്നെ പോണോന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ എങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അത്രയും ആൾക്കാര്. പിന്നെ പാട്ടിന്റെ കൂടെ താളം പിടിച്ചൊക്കെ കുറച്ചു നേരം അവനെ പിടിച്ചു നിർത്തി. കുഞ്ഞുകുട്ടി പരാധീനതകളൊന്നും ഇല്ലാതെ വന്നവര് വളരെ നന്നായി ആസ്വദിക്കുന്നത് കണ്ടു. മോനും കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 6-7 പാട്ട് കഴിയും വരെ സ്പീക്കർ കറക്റ്റ് വർക്ക് ആയിട്ടില്ലായിരുന്നു. അത് ഓൺ ആയപ്പോഴാണ് ശരിക്കും കേൾക്കാൻ പറ്റിയത്. നേരിട്ട് കാണണം എന്ന് വിചാരിച്ചത് നടന്നോന്ന് ചോദിച്ചാ ഇല്ല. ആ പരിസരത്ത് പോയി നിന്ന് സ്ക്രീനിൽ കണ്ടു. അതിപ്പോ വീട്ടിൽ നിന്ന് ഫോണിൽ കണ്ടാൽ ഇതിനേക്കാൾ ക്ലിയർ ആയിട്ട് കേട്ടൂടെ? അതെ, പക്ഷെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഏതായാലും ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇങ്ങനെ തീർന്നു. ഒരു മസാല ദോശയിൽ അവസാനിപ്പിച്ചു.